ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലാസ്റ്റ് വ്ളോഗിൽ ഞാൻ ഒരുപാട് ഇൻഫർമേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയും കുറെ ഇൻഫർമേഷൻ പറയാനുണ്ട്. അതെല്ലാം നമ്മൾ ഈ ഒരു വ്ളോഗിനകത്ത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ഈ ട്രിപ്പ് തുടങ്ങിയിട്ട് ഇത് 3ാമത്തെ ദിവസമാണ്. 2 ദിവസം നമ്മൾ ഫുൾ ട്രാവൽ ആയിരുന്നു ഇങ്ങോട്ട് എത്തിച്ചേരാനായിട്ട്. ഇന്നാണ് നമ്മൾ ആക്ച്വലി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾ ഈ കാണുന്ന കാഴ്ച നട്ടുച്ചയ്ക്കാണ് കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ഡേ ഭയങ്കര സ്ലോ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുമാത്രമല്ല, ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന കുറെ തെറ്റിദ്ധാരണകൾ മാറിയ ഒരു ദിവസമായിരുന്നു, പ്രത്യേകിച്ച് ഹോട്ടലിന്റെ കാര്യത്തിൽ. ഇവിടെ എത്തുന്നവരെ നമ്മൾ നാട്ടിലെ പോലെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ഒരു ദിവസം നമ്മൾ ഹോട്ടൽ റൂം ഒരു സ്ഥലത്ത് എടുക്കുക, ആ ഒരു ഏരിയ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ഡേ നമ്മൾ വേറൊരു ഏരിയയിലോട്ട് പോയി ഹോട്ടൽ എടുത്ത് താമസിക്കുക എന്നതായിരുന്നു നമ്മുടെ മനസ്സിലൊക്കെ പ്ലാൻ. നിങ്ങൾക്ക് ഈ ഒരു മാപ്പ് കാണുമ്പോൾ മനസ്സിലാവും, സലാല എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ മാത്രമാണ്. നമ്മൾ ഇവിടെയാണ് താമസിക്കുന്നത്. പക്ഷെ നമ്മൾ കാണാൻ പോകുന്ന സ്ഥലങ്ങൾ മൊത്തവും ഈ ഒരു ഏരിയന് ചുറ്റിലുമാണ്. നമ്മൾ രാവിലെ ഒരു സ്ഥലം കാണാനായിട്ട് മല കയറിയാൽ തിരിച്ച് നമ്മൾ വൈകുന്നേരം വീണ്ടും നമ്മൾ മല ഇറങ്ങി സലാലയിലോട്ട് തന്നെ വരണം സ്റ്റേ ചെയ്യാനായിട്ട്. അതുകൊണ്ട് നമുക്ക് വേറെ വേറെ ഹോട്ടൽ എടുത്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നമുക്ക് അവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ അവിടെ തന്നെ നമുക്ക് എത്ര ദിവസമാണോ അത്ര ദിവസം താമസിക്കാൻ സാധിക്കും. ഫസ്റ്റ് ഡേ രാവിലെ ഇറങ്ങുവാണെങ്കിൽ സലാലയിൽ ഈ ഒരു ഏരിയയിലുള്ള ഇത്രയും സ്പോട്ടുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ഈ ലിസ്റ്റിൽ കാണുന്ന ഈ ഒരു ബീച്ചാണ്. ഈ ഒരു ബീച്ചിൽ പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷെ വ്യൂ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും കേട്ടോ. മലയും കടലും മഞ്ഞും നമ്മൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ വല്ലാതെ എൻജോയ് ചെയ്തായിരുന്നു ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. പക്ഷേ ഈ ബീച്ചിൽ നിന്ന് തന്നെ കുറച്ച് അങ്ങോട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ സലാലയിൽ ഒരു മെയിൻ അട്രാക്ഷൻ ഉണ്ട്. കേവ് മർണീഫ് എന്നാണ് പേര്. നിങ്ങൾ ഒരുപാട് പേരുടെ വ്ളോഗിനകത്ത് കണ്ടിട്ടുണ്ടാവും. അവിടെയാണ് ഈ ബ്ലോ ഹോളൊക്കെ വരുന്നത്. ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. നമ്മൾ ഫസ്റ്റ് ജബൽസാറ്റ് വ്യൂ പോയിന്റ് ആണ് കാണാൻ പോകുന്നത്. ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. പിന്നെ സലാലയിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടൈമിംഗ് ആണ്. ഞങ്ങൾക്ക് ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു അത്. കാരണം ഓരോ ലൊക്കേഷനും മലമുകളിലായതുകൊണ്ട് തന്നെ 4 മണിയാവുമ്പോൾ ഫുള്ള് ഫോഗ് ഇറങ്ങും. പിന്നെ നമുക്ക് ഒരു വ്യൂവും കാണാൻ സാധിക്കില്ല. രാവിലെ ഒരു 10 മണിക്കൊക്കെ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് 3-4 സ്ഥലം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഞങ്ങളെപ്പോലെ 12 മണിക്കൊക്കെ ഇറങ്ങാൻ നിൽക്കുവാണെങ്കിൽ ഒരു സ്ഥലമേ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഞങ്ങൾ ഈ ഒരു ദിവസം ഡേ ലൈറ്റിൽ കണ്ടത് മുഗസൽ ബീച്ചും ജബൽസാറ്റ് വ്യൂ പോയിന്റും ആണ്. പിന്നെ കേവ് മർണിഫ് കണ്ട് അത് ഇരുട്ടത്താണെന്ന് മാത്രം. ഞങ്ങൾ ഒരു വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകളാണ് നിറച്ച് മൂടൽ മഞ്ഞാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഓരോ സ്ഥലത്തിൽ സ്റ്റോപ്പ് ചെയ്ത് പതുക്കെ എൻജോയ് ചെയ്ത് പോവാണ്. അപ്പൊ ഒട്ടകത്തിനെ കണ്ട് അപ്പൊ ദിയാനെ കാണിക്കാനായിട്ട് ഇറങ്ങിയതാ ഒട്ടകം. പിന്നെ അത് കൊക്കയാണ് കേട്ടോ. അത് കൊക്കയാണ്, നല്ല വെള്ളം പോകുന്ന സ്ഥലം. ഇപ്പൊ വെള്ളമില്ല. നമുക്ക് അച്ഛനോട് ചോദിക്കാം എങ്ങനെയുണ്ട് സലാലയത്, എങ്ങനെയുണ്ട് അച്ഛാ? സലാല പൊളിന്ന് വെച്ചാൽ വേറെ ലെവലാണ്. നാടെന്നൊക്കെ പറയാൻ പറ്റത്തില്ല. മഞ്ഞ്, മല, ഗ്രീൻ ഏരിയയിലുള്ള ഒട്ടകം, കടല് എല്ലാം കൂടെ ചേർന്നൊരു മിക്സഡ് ആയ ദൈവം അനുഗ്രഹിച്ചു കൊടുത്തൊരു സ്ഥലമാണ്. അപ്പുറത്തെ കടല്, ഇപ്പുറത്തെ മല, ഗ്രീൻ ഏരിയ, നല്ല അടിപൊളി മൂടൽ മഞ്ഞ് നിറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. വന്ന സമയത്താണ് അടിപൊളി ചാറ്റൽ മഴ, പൊളി. അങ്ങനെ കാഴ്ച നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. നല്ല വളവും തിരിവുള്ള റോഡുകളാണ്. ഞങ്ങൾ സലാല എത്തിയപ്പോൾ ശ്രദ്ധിച്ച കാര്യം, അവിടെ ആരും നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ടില്ല. UAE നിന്ന് പെട്ടെന്ന് നമുക്ക് ഇതുപോലെ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഭയങ്കര ഫ്രീഡം കിട്ടിയ ഒരു ഫീലിംഗ് ആയിരുന്നു. സലാല സിറ്റിയിൽ മാത്രമേ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതും വർക്കിംഗ് ആണോ എന്ന് അറിയില്ല. എല്ലാം മഴ പെയ്ത് ഒരുമാതിരി ചെളി അടിച്ചിരിക്കുമായിരുന്നു. പക്ഷെ ഇതുപോലെ ഓരോ സ്ഥലങ്ങൾ കാണാൻ പോകുമ്പോൾ അവിടെ സ്ട്രീറ്റ് ലൈറ്റും ഇല്ല, ക്യാമറാസും ഇല്ല. നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും നിർത്താം, എവിടെ വേണമെങ്കിലും റിലാക്സ് ആയിട്ട് എൻജോയ് ചെയ്ത് പോകാൻ സാധിക്കും. വ്യൂ പോയിന്റ് എത്തുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് നല്ലോണം വിശന്ന് തുടങ്ങിയായിരുന്നു കേട്ടോ. ആകപ്പാട് ഈ ഒരു റെസ്റ്റോറന്റ് മാത്രമേ ആ ഒരു ഏരിയയിൽ കണ്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ അവിടെ കയറി ഒമാനി ബിരിയാണി വാങ്ങിച്ച്. റെസ്റ്റോറന്റ് ഒന്നും പറയാൻ പറ്റത്തില്ല, നമ്മുടെ നാട്ടിലെ തട്ടുകട പോലത്തെ ഒരു കടയാണ്. അതിന്റെ കൂടെ തന്നെ ഒരു ചെറിയ ഗ്രോസറി ഷോപ്പും ഉണ്ട്. ഈ ഒരു ബിരിയാണി ഉണ്ടല്ലോ, നമ്മൾ എവിടെ പോയാലും കിട്ടും. മന്തി ബിരിയാണി പോലത്തെ ഒരു റൈസ് കാണും. അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല, ജസ്റ്റ് ഒരു റൈസ്, അതിന്റെ കൂടെ ഈ ഒരു ചിക്കനും കൂടെ വെച്ച് തരും. അവർ കുക്ക് ചെയ്യുന്ന രീതി കണ്ട, മെറ്റലിന്റെ അടിയിൽ തീയാണ്. ആ മെറ്റലിൽ വെച്ചാണ് അവർ ചുട്ടെടുക്കുന്നത്. ഞങ്ങൾ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ.
ഈ കാണുന്ന റെസ്റ്റോറന്റ് കൂടെ തന്നെ ഒരു ചെറിയൊരു ഗ്രോസറി ഉണ്ട്. ഞാൻ അവിടെ കയറി കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിച്ചു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ഫോഗ് ഒക്കെ കാണുമ്പോൾ അവിടെ നിന്ന് കുക്ക് ചെയ്ത് കഴിക്കാനൊക്കെ. അപ്പൊ ഞാൻ മാഗി ഉണ്ടാക്കാനും ചായ ഉണ്ടാക്കാനായിട്ടുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ മേലിൽ കയറും തോറും ഫുള്ള് മഞ്ഞായി, ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെയും നിർത്തി. അതെ, ഇവിടെ കൊല്ലന്മാരൊക്കെ ഉണ്ടോ? അച്ഛാ ഞാൻ പനി പിടിക്കും കേട്ടാ. അച്ഛൻ തൊപ്പി വയ്ക്കാത്ത കുഞ്ഞിനെ. ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളി സ്പോട്ടായിരുന്നു. പക്ഷെ മഞ്ഞും കാറ്റും കാരണം നമുക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. പ്രത്യേകിച്ച് കുഞ്ഞിനെയും കൊണ്ട് പോയതുകൊണ്ട് തന്നെ അവന് പനി പിടിക്കുമോ എന്നുള്ള പേടിയും വന്നു തുടങ്ങി. നിങ്ങൾ ഇത് കണ്ടോ? റോഡ് പോലും കാണാൻ പോയി, അത്ര മഞ്ഞുണ്ട്. മഞ്ഞല്ല, ഇത് മേഘമാണ് കേട്ടോ. നല്ല തണുപ്പും നല്ല തണുത്ത കാറ്റാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് കുക്ക് ചെയ്ത് കഴിക്കാൻ വെച്ച് മാഗിയും കുറെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നു ക്യാമ്പിങ് ചെയ്യാനൊക്കെ. പക്ഷെ ഇവിടെ നടക്കും തോന്നില്ല, അത്ര കാറ്റുണ്ട്. നല്ല തണുത്ത കാറ്റാണ് അടിക്കുന്നത് കേട്ടല്ലോ. മൊത്തം നനഞ്ഞ് സലാല ഇതുവരെ ഒരു സ്പോട്ട് പോലും കണ്ടില്ല. അപ്പൊ നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ ഗായ്സ് ഫൈനലി നമ്മുടെ ലൊക്കേഷനിൽ എത്തി. ഈ ഒരു ലൊക്കേഷന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അറേബ്യൻ സീ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. താഴെ ഫുള്ള് കടലാണ്. നമ്മൾ കടലിന്റെ 1000 മീറ്റർ എബോയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ സൈഡിൽ ഫുള്ള് കടലാണ് കേട്ടോ. പക്ഷെ നമുക്ക് അവിടെ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു മഞ്ഞ് കാരണം. മഞ്ഞാണോ ക്ലൗഡ് ആണോ എന്ന് അറിയില്ല ഗൈസ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫുള്ള് മഞ്ഞ് നിൽക്കുന്നത് കാണുന്നത്. എനിക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ അറിഞ്ഞത് ആ ഒരു വ്യൂ കാണണമെങ്കിൽ ഇവിടെ സമ്മർ സീസണിൽ വരണം. പക്ഷെ ഞങ്ങൾക്ക് ഈ ഒരു സീസണാണ് ഇഷ്ടം കേട്ടോ. മഞ്ഞും മഴയും ഞങ്ങൾ അതാണ് എൻജോയ് ചെയ്യുന്നത്. ഈ കാണുന്ന സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോകുമ്പോൾ നമ്മൾ ഒരു കേവിലെത്തും. നമുക്ക് ആ കേവിന്റെ അപ്പുറത്ത് പോകണം. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നമുക്ക് നോർമലി നടന്നൊന്നും ചെല്ലാൻ സാധിക്കില്ല. എങ്ങനെ ചെല്ലണമെന്ന് ഞാൻ കാണിച്ചു തരാം. സൂക്ഷിച്ച് കുഴി പോലെ ഇവിടുത്തെ അവസ്ഥ. തല ഇടും. കഷ്ടപ്പെട്ടെടുക്കുന്ന വീഡിയോ. ഞാൻ ഒരുത്ത ഉരുണ്ടും പറഞ്ഞൊക്കെ വരുന്നത്. ആക്ച്വലി ഉണ്ടല്ലോ, സലാലയിലുള്ള എല്ലാ സ്ഥലങ്ങളും ഡ്രോൺ ഉപയോഗിച്ച് എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ സമയം അവിടെ ഇരുന്ന് റിലാക്സ് ആയി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് തിരിച്ചു പോവാണ്. വിശപ്പിന്റെ വിളി വന്ന് നമ്മൾ പോകുന്ന ഓരോ ലൊക്കേഷനും നമ്മൾ തന്നെയാണ് നമ്മുടെ സേഫ്റ്റി നോക്കേണ്ടത്. ആരും നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ടുണ്ടാവില്ല. ഇവിടെ എഡ്ജിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നവർ സൂക്ഷിക്കണം കേട്ടോ. പ്രത്യേകിച്ച് കിഡ്സിനെയും കൊണ്ട് പോകുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു പ്ലേസ് ആണ്. സലാല കാണാനായിട്ട് ബെസ്റ്റ് സീസൺ എന്ന് പറയുന്നത് ഖരീഫ് സീസൺ ആണ്. ജൂൺ ടു സെപ്റ്റംബർ വരെയാണ് ഖരീഫ് സീസൺ എന്ന് പറയുന്നത്. ഈ ഒരു ടൈമിൽ UAE ഭയങ്കര മോശം വെതർ ആണല്ലോ. അപ്പൊ നമുക്ക് ഇവിടെയൊക്കെ വരുമ്പോൾ ഭയങ്കര ആശ്വാസം തോന്നും. ഞങ്ങൾ പോയത് സെപ്റ്റംബർ 8-നാണ്. ആ ഒരു ടൈമിൽ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് സ്കൈ വ്യൂവും ലോങ് ഡിസ്റ്റൻസ് സീ വ്യൂ ഒക്കെ കിട്ടണമെങ്കിൽ ഒക്ടോബർ മാർച്ചിൽ വരണം കേട്ടോ. ആ ഒരു ടൈമിലാണ് ഫുൾ ക്ലിയർ വ്യൂ കിട്ടുക. പക്ഷെ എനിക്ക് താല്പര്യം ഈ ഒരു ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ. ഇവിടെ എൻട്രി ഫീ ഇല്ല, അതിനോടൊപ്പം ഷോപ്സ് ഇല്ല, വാഷ്റൂം ഇല്ല, ഫുഡും വാട്ടറൊക്കെ മുന്നേ ക്യാരി ചെയ്യണം. കുട്ടികളായിട്ട് വരുന്നവര് ജാക്കറ്റ്സ് ഒക്കെ എടുക്കാൻ മറക്കരുത്. നല്ല കാറ്റും തണുപ്പുമാണ് ഇവിടെ. സലാല എന്ന ഈ ഒരു വ്യൂ പോയിന്റ് എത്താനായിട്ട് 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഞങ്ങൾ 3-4 മണിക്കൂർ എടുത്താണ് എത്തിയത്. അങ്ങനെ ഗൈസ് നമ്മൾ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി നമുക്ക് എവിടെയെങ്കിലും കഴിക്കണം. നമ്മൾ ഇറങ്ങിയപ്പോ നല്ല മഞ്ഞായി കേട്ടോ. നമ്മൾ വന്നപ്പോ ഇത്ര ഉണ്ടായിരുന്നില്ല. അതിനോടൊപ്പം ചെറിയൊരു ചാറ്റൽ മഴയും തുടങ്ങി. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. തണുപ്പാണോ? തണുപ്പ് കാരണാണോ?
ഫുള്ള് കൊതു അടിച്ച്. അവിടെ അങ്ങനെ ആരും വെളിയിരുന്ന് കുക്ക് ചെയ്യുന്നൊന്നും കണ്ടില്ല. ഒന്നാമത്തെ കാര്യം ഭയങ്കര കാറ്റാണ്, നമ്മൾ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് കുക്ക് ചെയ്തത്. പിന്നെ നമ്മൾ അങ്ങനെയാണല്ലോ, എവിടെയെങ്കിലും പോയാൽ ചായയൊക്കെ കുടിച്ച് തണുപ്പത്ത് ഇങ്ങനെ ഇരിക്കുക, അതാണല്ലോ ഒരു വൈബ്. പക്ഷേ ഞങ്ങൾ ഇരുന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ വലത്തും ഇടത്തും സൈഡിലെല്ലാം ആൾക്കാർ വന്ന് ടെന്റ് അടിച്ച് അവിടെ ഇരിക്കാൻ തുടങ്ങി കേട്ടോ. നമ്മളിപ്പോ വീട്ടിൽ തണുപ്പ് വീട് കേട്ടോ, ഹോട്ടലെടുത്ത് എനിക്ക് റൂം സത്യത്തിൽ ഹോട്ടലിൽ ഇഷ്ടമല്ല. റെഡി 3, 2, 1. എടുക്കുവടി. കുക്കി ടൂറ് പോയാലും മനുഷ്യന് മനസ്സമാധാനം എത്തില്ല. എപ്പൊ നോക്കിയാലും ഒന്നുമില്ല പറയാൻ. അടിപൊളിയാണ് ഇവിടെ. ഇങ്ങനെ കുക്ക് ചെയ്യുന്നു വിചാരിച്ചില്ല അല്ലേ സർ? ഇത്രയും തണുപ്പത്ത് കാറ്റ് എല്ലാം ഉണ്ട്. പ്രത്യേക ടേസ്റ്റാണ്. ഈ ഒരു ചായ കൂടെ ഇട്ട് കുടിച്ചാ പൊളിക്കും. അച്ഛന് ചായ വേണം? ഒരു വ്യൂ ആണ് ബാക്ക്. നിനക്ക് വാങ്ങി വേണം? ബിരിയാണി വേണോ? ഈ ഒരു ടൈമിൽ മോനാണെങ്കിൽ ഉറങ്ങി സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ സമാധാനത്തിൽ ഇവിടെ കുക്ക് ചെയ്യുന്നത്. ഞങ്ങൾ സലാലയിൽ പോവാൻ നേരത്ത് ടെന്റും കുക്ക് ചെയ്യാനുള്ള സകല കാര്യങ്ങളും കൊണ്ടാണ് പോയത്. ഞങ്ങളുടെ ആഗ്രഹം 2 ദിവസം ടെന്റിൽ സ്റ്റേ ചെയ്യണം എന്നായിരുന്നു. പക്ഷെ ഈ ഒരു കാലാവസ്ഥയിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ടെന്റിൽ ഒരിക്കലും സ്റ്റേ ചെയ്യുന്നത് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല കുട്ടികളുള്ളപ്പോൾ. തലയില് മൊത്തം വെള്ളമാണ് അല്ലേ? അച്ഛന്റെ താടി മൊത്തം വെള്ളമാണ്. മഴത്തുള്ളികള് പോലെ, മഞ്ഞത്തുള്ളികള്. ഇതിനകത്ത് ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്, മാഗിയുടെ മണവും പിടിച്ച്. അങ്ങനെ ഗൈസ് നമ്മൾ ചായയും ഫുഡൊക്കെ കഴിച്ച് റീചാർജ് ആയി. ഇനി എന്തായാലും നമുക്ക് വേറൊരു പുതിയ സ്ഥലം പോയി കാണാനുള്ള സമയമില്ല, ഇപ്പം തന്നെ ഇരുട്ടി തുടങ്ങി. ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ നേരത്തെ ഒരു ബോർഡ് കണ്ട് സിംഗ് ഹോൾ എന്നും പറഞ്ഞ് നമ്മൾ അവിടെയും കൂടെ പോയി ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഈ ഒരു ഏരിയ മാക്സിമം ഇന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നതായിരുന്നു നമ്മുടെ ഉദ്ദേശം. നമ്മൾ കുറച്ച് മുമ്പ് കണ്ട വ്യൂ പോയിന്റ് ഇല്ലേ, ഡബിൾ സാറ്റ് വ്യൂ പോയിന്റ്, ഇവിടെ പോകുമ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഹിഡൻ ബീച്ച് ഉണ്ട്. വസായ ബീച്ച് എന്നാണ് പേര്. 26 കിലോമീറ്ററാണ് ഇവിടെ നിന്ന് കാണിക്കുന്ന ഡിസ്റ്റൻസ്. ഞങ്ങൾ പോയില്ല, ടൈം കിട്ടാത്തതുകൊണ്ട് തന്നെ. അപ്പൊ ഈ ഒരു വ്യൂ പോയിന്റ് കണ്ടിട്ട് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബീച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോൾ തന്നെ വെതറൊക്കെ ഒരുവിധം ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇനി പോകുന്ന ഈ സിംഗ് ഹോൾ എന്ന് പറയുന്നത് തികച്ചും ഓപ്ഷനാണ്, വേണമെങ്കിൽ പോയാൽ മതി. അവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ശല്യം ഇല്ല കേട്ടോ, ഒരു മനുഷ്യരില്ല, നമുക്ക് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണ്. ഞങ്ങൾ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് റീൽസ് ഒക്കെ എടുത്ത് ഇങ്ങനെ കളിച്ച് ചിരിച്ചു വരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ വണ്ടിയുടെ ഫസ്റ്റ് ഡേ കോലം. 5th ഡേ ആയപ്പോൾ ബ്ലാക്ക് ഒന്നും കാണില്ല, വെറും ചെളി മാത്രമായിരുന്നു വണ്ടിയിൽ. ഈ ഒരു അട്ട നിങ്ങൾക്ക് ഇപ്പൊ നാട്ടിൽ കാണാനുണ്ടോ ഗൈസ്? പണ്ടൊക്കെ ഞാൻ കാണുമായിരുന്നു, ഇപ്പൊ തീരെ ഞാൻ ഈ ഒരു അട്ടയൊന്നും കാണാറില്ല. ഇപ്പോഴും നാട്ടിലൊക്കെ ഈ ഒരു അട്ട ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. നിന്റെ സൈഡ് നോക്ക്. അച്ഛൻ കുളിക്കത്തില്ലേ? സലാലയിൽ പോയപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ UAE ഫുള്ള് മലയാളീസ് അല്ലേ, അവിടെ പോയ എല്ലാം ബംഗാളികളായിരിക്കും. പിന്നെ ഞങ്ങൾക്ക് തോന്നിയ കാര്യം അവിടെ ചെലവ് കുറവാണ് UAE ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് അവിടെ ജോലി ചെയ്യുന്നവർക്കും സാലറി അതിനനുസരിച്ച് കുറവാണ്. അങ്ങനെ ഗൈസ് നമ്മൾ തിരിച്ച് മല ഇറങ്ങുവാണ്. ഈ സെപ്റ്റംബർ ടൈമിലൊക്കെ നമ്മൾ സലാല കാണാൻ പോകുമ്പോൾ ഉള്ള ഗുണം എന്താണെന്നറിയോ, ഒട്ടും വണ്ടിയോ ട്രാഫിക്കോ ഒരു സ്ഥലങ്ങളിലും റഷും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. നമുക്ക് സമാധാനത്തിൽ ഓരോ സ്ഥലങ്ങളും കണ്ടിറങ്ങാൻ പറ്റും. പക്ഷെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ലീവ് എടുക്കുന്ന കുറച്ച് കഷ്ടം തന്നെയാണ്. ഞങ്ങൾ ഒരാഴ്ച ലീവ് എടുത്തിട്ടാണ് സലാല കാണാനായിട്ട് പോയത്. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷൻ മനസ്സിലായോ? നമ്മൾ അങ്ങോട്ട് പോകാൻ നേരത്ത് പറഞ്ഞില്ലേ തിരിച്ച് ഇറങ്ങുമ്പോൾ കയറാന്ന്. ഇവിടെയാണ് സിംഗ് ഹോൾ ഒക്കെ ഉള്ളത്. പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ലോണം ഇരുട്ടി തുടങ്ങി. സലാലുണ്ടല്ലോ ഒരു കടൽ പോലും ശാന്തമായിട്ട് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഭയങ്കര രസമാണ് ആ വെള്ളമൊക്കെ കാണാനായിട്ട്. ഒരു ഗ്രീൻ കളറാണ് കടൽ വെള്ളത്തിനൊക്കെ. ഈ ഖരീഫ് സീസണിലൊക്കെ വരുവാണെങ്കിൽ കടലിൽ കുളിക്കുന്ന കാര്യം ആലോചിക്കേ വേണ്ട. പക്ഷെ ഒക്ടോബർ ടു ഏപ്രിൽ ടൈമിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഈ ബീച്ചുകളിലൊക്കെ കുളിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. വേവ് ഒക്കെ കുറവായിരിക്കും. ഈ കാണുന്ന കേവ് ഒരു ഡീപ്പ് അണ്ടർഗ്രൗണ്ട് കേവ് അല്ല, ഇറ്റ് മോസ്റ്റ്ലി ലൈക്ക് നാച്ചുറൽ റോക്ക് ഷെൽട്ടർ പോലെയാണ്. അതിന്റെ താഴെ ഒരു കുഞ്ഞി കടയും ഉണ്ട്. ഇവിടൊക്കെ ഇരുന്ന് അടിപൊളി ചായയൊക്കെ കുടിച്ച് വ്യൂവും കണ്ടിരിക്കാം. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. പകൽ സമയത്തൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്.
ഇന്ന് ഞങ്ങൾക്ക് വലുതായിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡേ 5 ഇവിടെ വന്നായിരുന്നു കേട്ടോ. അന്നത്തെ കാഴ്ചയാണ് ഇതൊക്കെ. ഇതിൽ കാണുന്ന ഈ ഒരു ലൊക്കേഷൻ ഉണ്ടല്ലോ, ഇത് ഗൂഗിളിലൊന്നും ഉള്ള ലൊക്കേഷൻ അല്ല, ഇത് നമ്മൾ തന്നെ കണ്ടുപിടിച്ച ലൊക്കേഷൻ ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡേ 5 വ്ലോഗിനകത്ത് ഞാൻ ആഡ് ചെയ്യാം, കാരണം അത് കുറച്ചധികം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുണ്ട്. പണ്ടൊക്കെ എവിടെയെങ്കിലും പോവാണെങ്കിൽ ഒരാൾ ചോദിക്കുന്ന മാത്രം വാങ്ങിച്ചു കൊടുത്താൽ മതി. ഇപ്പൊ മോനും ചോദിച്ചു തുടങ്ങി ഓരോന്ന് കാണിച്ച്. ഇവിടെ സലാലയിലുണ്ടല്ലോ, UAE കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സാധനങ്ങൾക്കൊക്കെ വിലക്കുറവായിട്ട് തോന്നി ഞങ്ങൾക്ക്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഈ ഒരു ഐറ്റം ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. എന്നെപ്പോലെ തന്നെ ഇതുവരെ കഴിച്ചു നോക്കാത്തവരൊക്കെ ഉണ്ടാവും അല്ലെ. പക്ഷെ ഞാൻ ഗ്ലോബൽ വില്ലേജിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് ഇങ്ങനെ കഴിച്ചുകൊണ്ട് നടക്കുന്നത്. ആ സമയത്തൊക്കെ വാങ്ങിക്കണോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കും, അവസാനം വാങ്ങിക്കില്ല. ഈ പ്രാവശ്യം എന്തായാലും വാങ്ങിക്കാന്ന് വിചാരിച്ച്. എനിക്ക് അത്ര വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല, അച്ചാച്ചനും ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നെസ്റ്റോയിൽ പോയി കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടി. ഞങ്ങൾ ഈ ഉച്ച വരെ ഉറങ്ങി എഴുന്നേക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ച് സമയം കളയാനായിട്ടില്ല. എൻ്റെ മോളാണെങ്കിൽ 2 മണിക്കൂറൊക്കെ എടുക്കും ഒരു ഫുഡ് കഴിച്ച് തീർക്കാനായിട്ട്. ഇങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുക്ക് ചെയ്താൽ നമുക്ക് വണ്ടിക്കകത്ത് വെച്ചൊക്കെ ഫുഡ് കഴിച്ച് നമുക്ക് ആ ലൊക്കേഷനിൽ പെട്ടെന്ന് തന്നെ എത്തിച്ചേരാലോ, ലേറ്റ് ആയിട്ട് എഴുന്നേറ്റാലും. അതായിരുന്നു ഉദ്ദേശം. നിങ്ങൾക്കറിയോ, ഞങ്ങളുടെ 10 ദിവസത്തെ ട്രിപ്പിൽ ഞങ്ങൾക്ക് കൂടിപ്പോയ ഒരു 500 ദർഹംസ് മാത്രമാണ് ഫുഡിന് ചെലവായത്. തല കുനിഞ്ഞിറങ്ങ്, തലയിച്ചു. അമേരിക്ക കൊടുക്കടാ ശാനു. What are you doing here? അപ്പൊ ഗൈസ്, ഇന്ന് ഞങ്ങൾ കുറച്ച് 2-3 സ്ഥലത്തേക്ക് പോയി. ഞാൻ അതെല്ലാം മേലെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ പരിപാടി ഇതോടെ അവസാനിച്ച് ഫുഡ് കഴിച്ച് കിടന്ന് ഉറങ്ങാൻ. നാളെ രാവിലെ എഴുന്നേറ്റ് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നാളെ രാവിലെ എഴുന്നേക്കുമെന്ന് അറിയില്ല. എല്ലാ ദിവസവും വിചാരിക്കും, പക്ഷെ 10 മണി കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ നേരത്ത്. അപ്പൊ ഇന്നത്തെ ഫുഡെന്ന് പറയുന്നത് അപ്പമാണ്. മുട്ടക്കറി ഉണ്ടാക്കാൻ പോവാ. ഞാൻ ചെറിയ രീതിയിൽ കുഞ്ഞിന് മാത്രം ഫുഡ് ഉണ്ടാക്കണമെന്ന് വെച്ചാണ് വന്നത്. പക്ഷെ ഇപ്പൊ ഒരു ഫാമിലിക്ക് തന്നെ ഫുഡ് ഉണ്ടാക്കുവാണ്. കാരണം വേറെ ഒന്നുമല്ല, വെളിയിലത്തെ ഫുഡൊന്നും ഇഷ്ടപ്പെടുന്നില്ല. മോൾക്ക് ഇച്ചിരി അലർജിയും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് തന്നെ അപ്പൊ അവൾക്ക് ഫുഡ് ഉണ്ടാക്കുവാണല്ലോ. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഞാനും വിചാരിച്ച് കുറച്ച് നമുക്കും കൂടെ ഉണ്ടാക്കാം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ പോവാണ്. ഇന്നത്തെ